അവളിങ്ങി എത്തുന്നതിന് മുമ്പ് വെറുതെ എന്തിനാ അവളെക്കുറിച്ച് വേണ്ടാതിനും പറയുന്നത്? ഇത് കോടതി മുറ്റമാണെന്നുള്ള ഓർമ്മയുണ്ടായാൽ നന്ന്. ജയദേവേട്ടന് എപ്പോഴും എന്നെ കുറ്റം പറയാൻ എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്നല്ലാണ്ട് മേഘന ചെയ്യുന്ന കുറ്റങ്ങളൊന്നും എന്താ കണ്ണി കാണാത്തെ? എന്തിനാ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു? കുടുംബത്തോടെ ഇപ്പൊ കോടതി മുറ്റത്ത് വന്ന് നിൽക്കേണ്ട ഗതികേടാ. എന്നിട്ട് മേഘനയും അവളുടെ അനിയത്തിയും മാത്രം ഇവിടെ ഇല്ല. അവരെവിടെ പോയി ജയദേവേട്ടാ? മേഘന മനഃപൂർവ്വം എന്തെങ്കിലും ഒപ്പിക്കാനുള്ള ശ്രമമാണെങ്കിൽ അവളെ ഞാൻ ജീവിതകാലം വെറുതെ വിടില്ല. മിഥുൻ, നീ ഒന്നുകൂടെ അവളെ വിളിച്ചേ. മോം, ലൈൻ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഫോൺ പോകുന്നില്ലെന്നല്ല പറഞ്ഞേ. നമ്മളെല്ലാം പൊട്ടം കളിപ്പിക്കാനാ നേരെ കോടതിയിലേക്ക് അവള് വന്നോളാന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ആള് എവിടെ പോയി തൊലഞ്ഞു? ഉറപ്പായിട്ട് അവൾ എന്തോ വലിയ പ്ലാൻ ഒരുക്കിയിട്ടുണ്ട്. ഭാർഗവ പണിക്കരെ കണ്ണു തുറക്ക്. പണിക്കരെ, ഭാർഗവ പണിക്കരെ കണ്ണു തുറക്കതാ മേഘന നിൽക്കുന്നു. പണിക്കരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മേഘനയോട് പറയ. ഭാർഗവ പണിക്കരെ. ഞാൻ മേഘനയാണ് പണിക്കരങ്ങുന്നേ. ഒന്ന് എന്നോട് സംസാരിക്കൂ പണിക്കരങ്ങുന്നേ. മനസ്സിലുള്ളത് എന്താണെന്ന് എന്നോടൊന്ന് തുറന്നു പറയൂ. എന്ത് പറ്റി ഡോക്ടറെ? എന്താ പണിക്കരങ്ങുന്ന് വീണ്ടും ഒന്നും മിണ്ടാത്തത്? പിന്നെയും കോമയിലേക്ക് പോകാൻ തോന്നുന്നു. ഇനി ഇപ്പോഴൊന്നും ബോധം തെളിയെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ എന്താ ഒരു വഴി? നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു അവസരവും നഷ്ടപ്പെട്ടു. എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഏക തെളിവ് ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ അനങ്ങാൻ പറ്റാണ്ട് കിടക്കുമ്പോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല ചാരു. ഹലോ ഹലോ മേഘനെ, നീ എവിടെയാ? കോടതിക്ക് അകത്തേക്ക് വിളിക്കും. ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. വരില്ല എന്നുള്ള പേടിയായിരിക്കും അല്ലേ മിഥുനേട്ടാ? പേടിക്കൊന്നും വേണ്ട മിഥുനേട്ടാ. മിഥുനേട്ടന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. ഞാൻ ഒന്നിനും വിലങ്ങുതടിയാവില്ല. കോടതി സമയം തീരുന്നതിന് മുന്നേ ഞാൻ അവിടെ ഉണ്ടാവും. ബൈ. അവള് വരുമോ? ആന്റി, ആ മേഘനെ ഇതുവരെ കാണാത്തെ. അവളെങ്ങാനും വരാതിരുന്ന ഇന്ന് ഇവിടെ നടന്ന പ്രോസസ് എല്ലാം അതേപടി മാറ്റിവെക്കും. പെറ്റീഷണേഴ്സിനോട് വരാൻ പറയൂ. മിഥുൻ നന്ദൻ, മിഥുൻ നന്ദൻ, മിഥുൻ നന്ദൻ.
മേഘനാനന്ദൻ, മേഘനാനന്ദൻ, മേഘനാനന്ദൻ. മൈലോട്ട്, ഭാര്യ ഭർത്താക്കന്മാർ ഇരുവരും ഇനി ഒന്നിച്ച് തുടരാൻ പറ്റില്ലെന്നാ തീരുമാനിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് വിവാഹമോചനം അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഒന്നിച്ച് തുടരാൻ ഇവർക്ക് പറ്റില്ലെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് ആദ്യം തീരുമാനിച്ച തീയതി പ്രീപോൺ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തു പറയുന്നു മേഘനെ? നിങ്ങളോടും കൂടിയ മിഥുൻ. ഭാര്യയും ഭർത്താവും തമ്മിൽ വേർതിരിയുന്നതിൽ കോടതി ഒരിക്കലും പെട്ടെന്നൊരു തീരുമാനത്തിലെത്താറില്ല. പക്ഷെ ഇനി തുടർന്നു പോകാൻ ബുദ്ധിമുട്ടാണെന്ന് രണ്ടുപേർക്ക് ഒരേ സമയം തോന്നുകയാണെങ്കിൽ വീണ്ടും ഒന്നിച്ചു ജീവിക്കാൻ കോടതി നിർബന്ധിക്കുകയില്ല. ഒരുപക്ഷെ നിങ്ങളുടെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി 6 മാസത്തേക്ക് നിങ്ങളോട് ഒരുമിച്ച് കഴിയാൻ അഭ്യർത്ഥിച്ചതും ഇതേ കോടതിയാണെന്ന് അറിയാവല്ലോ. ആ സമയം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാണ്ട് എത്രയും പെട്ടെന്ന് വിവാഹമോചനം വേണമെന്ന് ഇരുവരും ഒരേപോലെ അപേക്ഷിക്കുന്നതിനാൽ ഒരിക്കൽ കൂടി നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം ഒരു തീരുമാനത്തിൽ എത്തുക എന്നല്ലാണ്ട് കോടതിക്ക് മറ്റൊരു നിർവാഹവുമില്ല. മിസസ് മേഘനാനന്ദൻ, ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടാൻ നിങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കല്ലേ? മേഘനെ, എന്താ മിണ്ടാത്തത്? ഈ വിവാഹമോചനത്തിന് സമ്മതമല്ലേന്ന്? മിഥുൻ നന്ദൻ, എങ്കിൽ നിങ്ങൾ പറയൂ, ഈ വിവാഹമോചനത്തിന് നിങ്ങൾക്ക് സമ്മതമല്ലേ? മിഥുൻ ആൻഡ് മേഘന, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു ഉത്തരവും പറയാതെ മൗനം പാലിച്ചാൽ എനിക്ക് ഒരു കൃത്യമായ തീരുമാനത്തിൽ എത്താനാവില്ല. നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞോളൂ. ഇവർക്ക് സമ്മതമല്ല ജഡ്ജ് മാഡം. നിങ്ങളാരാണ്? ഞാൻ മേഘനയുടെ അനുജത്തിയാണ്. നിങ്ങൾക്ക് പറയാനുള്ളത്
ഈ ഡിവോഴ്സിന് താല്പര്യമില്ല. സാഹചര്യങ്ങളും സമ്മർദ്ദവും കൊണ്ടാണ് വിധി അവരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ദയവ് ചെയ്ത് അവർക്ക് രണ്ടുപേർക്കും വിവാഹമോചനം നൽകരുത് മാഡം. ഇനിയെങ്കിലും മനസ്സിലുള്ളത് തുറന്ന് പറയൂ ചേച്ചി. വിവാഹമോചനത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞേക്ക്. ഞാനിപ്പോ ഇതിനെ സമ്മതിച്ചില്ലെങ്കിൽ അമ്മയുടെ വാക്കുകളെ ധിക്കരിച്ചതുപോലെയാവും. എന്താ ഇപ്പൊ ഈശ്വര? പറയും ഇതിനേട്ടാ, താല്പര്യമില്ലെന്ന് പറയൂ. ഈ ഡിവോഴ്സ് നിങ്ങൾക്ക് വേണ്ടെന്ന് പറ. സത്യം തുറന്ന് പറയും ഇതിനേട്ടാ, വിവാഹമോചനം വേണ്ടെന്ന് പറയൂ. ഇനി നിങ്ങൾ പോയിരുന്നോളൂ. മിസ്റ്റർ മിഥുൻ, നിങ്ങൾ മറുപടി പറയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വിവാഹമോചനത്തിന് നിങ്ങൾ തയ്യാറാണോ? ആന്റി, ജഡ്ജി ചോദിക്കുന്നതിന് മിഥുൻ മറുപടി പറയാതെ മിണ്ടാതെ നിൽക്കുന്നത് എന്താ? അവന്റെ ഭാവം കണ്ടിട്ട് ഡിവോഴ്സ് വേണ്ടെന്നെങ്ങാനും പറയുന്ന എന്റെ പേടി. ആർക്കറിയാം മഞ്ജരി, എനിക്കും അതോർത്ത് നല്ല ടെൻഷനുണ്ട്. പറയൂ മിസ്റ്റർ മിഥുൻ നന്ദൻ, ഈ വിവാഹമോചനത്തിന് നിങ്ങൾക്ക് സമ്മതമല്ലേ? പൂർണ്ണ മനസ്സോടെ എടുത്ത തീരുമാനമാണോ ഇത്? അതെ, മനസ്സോടെ തന്നെയാ ഞാൻ ഡിവോഴ്സ് ചോദിക്കുന്നത്. മേഘനയും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വിവാഹമോചനം നൽകണം. രക്ഷപ്പെട്ടു. ഈ വാക്ക് പറയാൻ അവൻ എത്ര മടിച്ചുവല്ല ആന്റി. മിഥുന്റെ വായെന്ന് അങ്ങനെ ഒരു ഉത്തരം വന്ന സ്ഥിതിക്ക് ഇനി ഡിവോഴ്സ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി. ഇനി നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. ശരിയാ മഞ്ജരി, ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? ഇനി സമാധാനായെന്നോ? എനിക്കിത് മതി ആന്റി.
മോനെ മിഥുനെ, നിന്റെയും മേഘനയുടെയും വിവാഹമോചനത്തെക്കുറിച്ച് നീ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ മനസ്സിലെ കണക്കുകൂട്ടലുകൾ എനിക്ക് നിന്നെ അറിയിക്കണമെന്നുണ്ട്. മേഘന വളരെ നല്ല പെൺകുട്ടിയാ. സ്വന്തം ആൾക്കാർക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാവും. കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാ. അവളോട് എനിക്ക് യാതൊരു ദേഷ്യവുമില്ല മോനെ, യാതൊരു പകയുമില്ല. അവളോട് പ്രതികാരം ചെയ്യണമെന്നുള്ളൊരു ചിന്ത പോലും എന്റെ മനസ്സിലുണ്ടായിട്ടില്ല. എന്നിട്ടും അവളോട് നീതികേട് കാണിക്കേണ്ടി വന്നു. നമുക്ക് വേറെ വഴിയില്ല. എനിക്കും ആ ഫീലിംഗ് ഉണ്ട് മോ. പക്ഷേ ഒരു തീരുമാനത്തിലെത്താൻ എനിക്കാവുന്നില്ല. ആര് എത്ര നല്ലവരാണെങ്കിലും എത്ര വലിയ മനസ്സുള്ളവരാണെങ്കിലും എന്റെ മകന്റെ ജീവന്റെ മുമ്പിൽ അതെല്ലാം എനിക്ക് തുച്ഛമാണ്. നീയും മേഘനയും ഒന്നിച്ചു കഴിയുന്നിടത്തോളം മേഘനയുടെ ജാതകദോഷം നിനക്ക് ദോഷമായി. രണ്ടുപേർക്കും അത് അപകടം. ഏത് നിമിഷം നിനക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ച് ജീവിക്കേണ്ടി വരുന്നു. ഇക്കാരണം കൊണ്ട് ഏത് നേരത്തും മേഘന മരണത്തെ മുഖാമുഖം കാണേണ്ടി വരുമ്പോ എനിക്കത് സഹിക്കാനാവുന്നില്ല. ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാക്കിയ മതിയാവും മിഥുൻ. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ അകലുന്നത് തന്നെ എല്ലാവർക്കും നല്ലത്. രണ്ടുപേരും അവരവരുടെ വഴിക്ക് പുതിയ ജീവിതം കണ്ടെത്തണം. ദീർഘായുസോടെ നിങ്ങൾ ജീവിക്കണമെങ്കിൽ വേർപിരിയാതെ മറ്റു മാർഗങ്ങളില്ല. പക്ഷേ ഇനി അവളുടെ ജീവിതം എന്തായി തീരുമെന്ന് ആലോചിക്കുമ്പോഴാ. അതോർത്ത് നീ വിഷമിക്കേണ്ട. അത് നീ എനിക്ക് വിട്ടു തന്നേക്കും മോനെ. മേഘന ഇന്നത്തോടെ ഈ വീട്ടിൽ നിന്ന് മാത്രമാണ് അകലുന്നത്. അവൾക്ക് പുതിയൊരു ജീവിതം കണ്ടെത്തേണ്ടത് നമ്മുടെ കടമ. അവൾക്ക് എന്ത് വേണം, എങ്ങനെ ജീവിക്കണം എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത വിധം അവളും നല്ല സമാധാനമായിട്ട് തന്നെ ജീവിക്കണം. അത് ഞാൻ ഉറപ്പുവരുത്തിക്കോളാം. മേഘന നമുക്ക് വേണ്ടി സഹിച്ചതൊക്കെ മതിയടാ. ഇനി അവളുടെ ജീവനം കൂടി നമ്മൾ വിഴുങ്ങരുത്. അവളുടെ നല്ലൊരു ഭാവി ജീവിതത്തിന് നമുക്ക് വഴികാട്ടി കൊടുക്കാം. എന്നെ വിശ്വസിക്ക. മോൻ പറയുന്നതിലും കാര്യമുണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഭയം കൊണ്ട് ഓരോ വട്ടവും അവൾ സ്വന്തം ജീവൻ പണയം വെക്കുക. ഒരുപക്ഷെ എപ്പോഴും അവൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിലോ? ഒരുപക്ഷെ എന്നെ നകന്നു കഴിയുകയാണെങ്കിൽ മേഘനയുടെ ജീവനെങ്കിലും ബാക്കിയുണ്ടാവും. ഞാൻ പറയുന്നത് കേൾക്ക്. കാര്യമില്ലാതെ ഞാനൊരു തീരുമാനം എടുക്കൂ. മേഘനയുടെ ജീവിതം നന്നായിരിക്കണമെങ്കിൽ കോടതി ചെല്ലുമ്പോൾ നീയും വിവാഹമോചനത്തിന് സമ്മതാണെന്ന് പറയണം. അവിടെ ചെന്നതിന് ശേഷം മോനിത് മാറ്റി പറയാനായി ശ്രമിച്ചാൽ പിന്നെ ഞാനുണ്ടാവില്ല. മിഥുനേട്ടൻ എന്താ പറഞ്ഞത്? സത്യമായിട്ട് ചേച്ചിയോട് സ്നേഹമില്ലെന്നാണോ? ശരിക്കും ചേച്ചിയോടൊപ്പം ജീവിക്കാൻ ചേട്ടൻ ആഗ്രഹിക്കുന്നില്ലേ? വിവാഹമോചനം നേടാനും മാത്രം വലിയ തെറ്റ് എന്താണ് എന്റെ ചേച്ചി ചെയ്തത്? മിഥുനേട്ടൻ കള്ളം പറയാൻ എനിക്കറിയാം. സത്യം തുറന്നു പറയാ. ഓർഡർ, ഓർഡർ, ഓർഡർ. സോറി ചാരു, എനിക്കിത് മാറ്റി പറയാനാവില്ല. അതിന്റെ കാരണം എനിക്ക് വിവരിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഞങ്ങളുടെ വിധി ഇതിങ്ങനെ അവസാനിക്കണമെന്നായിരിക്കും. വിവാഹമോചനത്തിന് അപേക്ഷിച്ച് ചേച്ചി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോ ഇവക്ക് എന്തിന്റെ കേടാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ജഡ്ജിയുടെ മുമ്പിൽ ചെന്ന് അവളവളുടെ ചേച്ചിക്ക് വേണ്ടി പ്രസംഗിക്കുന്ന കണ്ടില്ലേ? വിട്ടുകളാ മഞ്ജരി. ചേച്ചിയുടെ ജീവിതം തകരുന്ന വിഷമത്തിൽ വിളിച്ചു പറയുന്നതല്ലേ. ഇനി എത്ര നേരം തിളക്കിയോള്? ജഡ്ജ് വിധി പറയുന്നത് വരെ ഈ ചാട്ടം ഉണ്ടാവും. പിന്നെ സൈലന്റ് ആയിട്ട് ഒരു മൂലയ്ക്ക് പോയിരുന്നോളൂ. അത്രേ ഉള്ളൂ. എന്തേലും ചെയ്യട്ടെ അല്ലേ? അവസാനായിട്ട് അവളൊന്ന് ആഘോഷിക്കട്ടെ. മേഘനയുടെ അഭിപ്രായം പറഞ്ഞില്ല. ഈ വിവാഹമോചനത്തിന് നിങ്ങൾക്കും പൂർണ്ണ സമ്മതമാണോ മേഘനെ?
ഇനി എന്ത് നേടാൻ അവളിങ്ങനെ ആലോചിക്കുന്നേ? ഡിവോഴ്സ് വേണമെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞൂടെ അവക്ക്? എന്നിട്ട് അവരവരെ പാട് നോക്കി പോയേക്കണം. അവള് പറഞ്ഞോളാം മഞ്ജരി, നീ ഒന്ന് അടങ്ങിയിരിക്കും മോളെ. പറയൂ മേഘനെ, ഈ വിവാഹമോചനത്തിന് നിങ്ങൾക്ക് സമ്മതമാണോന്ന്? അല്ല ജഡ്ജി മാഡം, അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ വിവാഹമോചനത്തിന് അപേക്ഷിച്ചത്? അത് മ്യൂച്വൽ ഡിവോഴ്സ് ആണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ട് ഈ കോടതി 6 മാസം സമയം തന്നിരുന്നു. അതിന്റെ അർത്ഥം ഞങ്ങൾ വീണ്ടും ഒന്നിക്കണം എന്നല്ലേ? ഞങ്ങൾ ഇരുവർക്കും ഇടയിലുള്ള അകൽച്ച കുറയണമെന്നല്ലേ? കോടതി കൽപ്പിച്ച 6 മാസത്തെ കാലാവധി പൂർത്തീകരിക്കാൻ ഇനിയും 3 മാസത്തെ സമയമുണ്ട്. ഈ 3 മാസത്തിലെ പ്രശ്നങ്ങൾ തീരൂ, വിരോധികളായി അകലോ എന്നൊന്നും എനിക്കിപ്പോ അറിയില്ല. പക്ഷെ കോടതി അനുവദിച്ചു തന്ന ആ സമയം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ 3 മാസങ്ങൾക്ക് ശേഷവും ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ പൊരുത്തപ്പെടും, അതോ അപ്പോഴും വേർപിരിയാൻ കൊതിക്കുമോ എന്നൊന്നും ഇപ്പൊ എനിക്കറിയില്ല. അതിനുശേഷം വിവാഹമോചനത്തെ കുറിച്ച് ചിന്തിച്ചാ പോരെന്നാ ഇപ്പൊ എന്റെ മനസ്സ് എന്നോട് പറയുന്നത്. ഇതെന്തൊരു കഷ്ടാ! ഇവൾ എന്തിനുള്ള പുറപ്പാടാ? ഇവളത്രയ്ക്ക് നിസ്സാര കാര്യമില്ല, ഇത്രയ്ക്ക് മുറ്റാണെന്ന് പറഞ്ഞില്ല. എത്ര വലിയ ട്വിസ്റ്റ് അവളിവിടെ കളിച്ചു കളഞ്ഞത്, ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒരു മ്യൂച്വൽ ഡിവോഴ്സ് വേണമെന്നാണല്ലോ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇതിൽ സൈൻ ചെയ്തിട്ടുമുണ്ട്. ഒപ്പിടുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് എന്താ? അത് മാഡം, അപ്പോഴത്തെ എന്റെ അവസ്ഥ വേറെയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ മറ്റൊന്ന്. എന്താണാവോ അവസ്ഥ? യഥാർത്ഥത്തിൽ സംഭവിച്ചത് എനിക്ക് പെട്ടെന്നാണ് അറിയാൻ. മേഘനെ, ചേച്ചി, ഏട്ടത്തി, ആ, ആ,